ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മേലെ നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധം മുളച്ച് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം നമ്മുടെ ആ വിത്തുകൾ പാവിയിട്ടുള്ളതൊക്കെ ഒരുവിധമൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് നട്ടിട്ടുള്ളത് നമ്മുടെ തക്കാളി ഉണ്ടായിരുന്നു, പടവലങ്ങ, അതുപോലെ കൈപ്പയ്ക്ക, അങ്ങനെ ഉള്ളതൊക്കെ ഒരുവിധം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ചെടിയിൽ തന്നെ ഒരു കൊലയിൽ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലതിൽ കുറച്ചാണ്, ചിലതിൽ കുറച്ചധികമൊക്കെ ആയിട്ട് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പൂവ് ഇടും, ഇങ്ങനെയൊക്കെ കായ ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ അത് കണ്ടു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തത് വെറുതെ ആയി പോയില്ലല്ലോ. അപ്പോൾ ഒരു തക്കാളിയെങ്കിലും നമുക്ക് പൊട്ടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 5-6 ചെടിയുടെ മേലെ 5-6 തൈയുടെ മേലെ അത്യാവശ്യം തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാകമായി കണ്ടു നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കാതെ നിർത്തിയെടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമ്മളിന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നന്നായിട്ട് പഴുത്ത് പാകമായി വന്നിട്ടുണ്ട്, ചിലതിങ്ങനെ പച്ചയായിട്ട് വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ അതിൽ ഒരുവിധം കനം വെച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ചെടിയുടെ തണ്ടിന് ഭാരം വരുമ്പോൾ അത് താഴെ കീഴായിട്ട് വീഴണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെറസിൻ്റെ അരുവിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിനൊരു താങ്ങായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതുമേലൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചുവപ്പ് കളറിൽ ഇങ്ങനെ തക്കാളി തൊട്ട് നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ്. ഞങ്ങൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഞങ്ങളിത് 2 നേരം 4 നേരം വെച്ചിട്ടെന്ന് പറഞ്ഞ പോലെ കിടക്കുന്ന ടൈമിൽ വരെ നമ്മളിത് വന്ന് നോക്കി ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ തക്കാളി തൈ നടുന്ന ടൈമിൽ നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് മണ്ണെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടി, അതുപോലെ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, അതും പിന്നെ കുറച്ച് വെണ്ണീറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ മണ്ണിൽ എല്ലാതും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ വളം സെറ്റാക്കി അങ്ങനെയാണ് നമ്മൾ ചാക്കിൽ നിറച്ചത്. അത് ഒരു വലിയൊരു സിമെൻറ്റ് ചാക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ മണ്ണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇടയിൽ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഫ്രണ്ട് വശമാണെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ രാവിലെ തൊട്ടിട്ട് ഒരു 3 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ പടവലൻ്റെ ഇതാണ് കേട്ടോ പോയിരിക്കുന്നത്. അതൊരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2-3 എണ്ണം ഈ സൈഡിലുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ നട്ടപ്പോൾ തന്നെ അതിങ്ങനെ വളർന്ന് പോയി. നമ്മളാണെങ്കിൽ കയറൊന്നും കെട്ടി കൊടുത്തിട്ടില്ല, വേറെ വടിയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇതെന്താ നോക്കട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ മറ്റവിടെ സ്വയം ഇഷ്ടത്തിന് അങ്ങനെ കയറി പറക്കോളുടെ മേലെ കൂടെ ഒക്കെ കയറിപ്പോയി. അതുപോലെ കായ ഉണ്ടായിരുന്നു കേട്ടോ. കായ ഞാൻ പൊട്ടിക്കണം വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ഇനി വലുതാവുമോ നോക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് പൊട്ടിച്ചില്ല. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വേറെ ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ പോകുന്നുണ്ട്. അവിടെ ഒരു പടവല ഉണ്ടായിട്ടുണ്ട്. ഇതിന് അധികം നിർത്തുന്നില്ല, ഇനി പഴുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് പൊട്ടിച്ചപ്പോൾ തന്നെ പൊട്ടിക്കുന്നുണ്ട്. ഇതുപോലത്തെ 2-3 എണ്ണം ഉണ്ട്. ഇത്ര വലിപ്പം തന്നെ ഇതിനുള്ളൂ കേട്ടോ ഈ പടവലത്തിന്. ഇതും വേറൊരു പടവലത്തിൻ്റെ വള്ളിയാണ് കേട്ടോ. ഇതും ഇങ്ങനെ പടർന്ന് തന്നെ പോയതാണ്. ഞാൻ പ്രത്യേകിച്ച് വള്ളികളൊന്നും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതും പെട്ടെന്ന് തന്നെ പഴുത്ത് കളർ മാറി. അപ്പോൾ ഇനി അത് വിത്തിന് നിർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ചെറുത് അങ്ങനെ ഇത് വേറൊരു വള്ളി ഇങ്ങനെ പടർന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിലും അതും പഴുത്തെടുക്കണം. പെട്ടെന്ന് കളർ മാറിയിട്ടോ. ഇത് അത്യാവശ്യം ഇത്ര വലിപ്പം തന്നെ ഉള്ളൂ ഈ പടവലത്തിന്. അതുകൊണ്ട് അധികം നിർത്താൻ പറ്റില്ല. ഇനി ഉണ്ടാവണതൊക്കെ പെട്ടെന്ന് പൊട്ടിക്കണം. ഇത് പച്ചയാണ്, ഇതിനിപ്പോൾ പൊട്ടിക്കാം, അധികം നിർത്തുന്നില്ല. അങ്ങനെ കണ്ണൻ തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം അങ്ങനെ കൃഷിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാനും അങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവരാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആളും നല്ല സന്തോഷത്തിലാണ് ഓരോന്നൊക്കെ മുറിച്ചെടുക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ തക്കാളിക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൈ വെച്ചതിന് ശേഷം പിന്നെ ഒരു 5-6 ഇലൊക്കെ വന്നതിന് ശേഷം
പിന്നെ നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് ഒരു വളം മേടിച്ചിട്ടുണ്ട്, പച്ചക്കറി വളം അങ്ങനെ മേടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തപ്പോഴാണ് പിന്നെ നന്നായിട്ട് പെട്ടെന്നുണ്ട് വളർന്നു കേട്ടോ. പെട്ടെന്ന് ഇലകളൊക്കെ ഇട്ട് പിന്നെ പൂവിടലൊക്കെ തുടങ്ങി. അപ്പോൾ ആ വളം നല്ലതാണ്, നമ്മൾ കടയിൽ പോയി ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതും നല്ലൊരു വളമാണ് ഇതിന്. പിന്നെ അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം ആരോ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ അത് ഒഴിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് അത് ഇലയൊക്കെ വാടി പോവുക ചെയ്തത്. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പിന്നെയാണ് അറിഞ്ഞത്. നമ്മളെപ്പോഴും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അതേ അളവിൽ തന്നെ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ, അതല്ലെങ്കിൽ അത് വാടിപ്പോവും. എന്തായാലും വാട്ടം പറ്റിയെങ്കിലും കൂടി നമുക്കത് പോവാതെ വീണ്ടും അത് സെറ്റായിട്ട് വന്നിട്ടാണ്. പിന്നെ അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് തളിർത്ത് അടിപൊളിയായിട്ട് പിന്നെ ശരിയായി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞിവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല. പിന്നെ ഒഴിച്ചു കൊടുത്തോണ്ട് കുഴപ്പമില്ല, പക്ഷേ രണ്ടും പച്ചവെള്ളവും കഞ്ഞിവെള്ളവും രണ്ടും ഒരേ അളവിലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചിലതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ തൈയുടെ മേലെ വെള്ളപ്പൊടി പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ ഇലയൊക്കെ അതൊക്കെ ചുരുണ്ടിട്ട് അതാകെ കേടായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഏതോ ഒരു പുഴുക്കടി ആണ്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തക്കാളിക്കൊക്കെ പച്ചക്കറികൾക്കൊക്കെ എന്ത് കീടനാശിനിയാണ് തളിക്കാറ് എന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളിൽ പലരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അറിയുന്നവരൊക്കെ കമൻസിലൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈപ്പയ്ക്കയും അതുപോലെ പയറും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം നന്നായി വന്നതായിരുന്നു, പക്ഷേ പകുതിക്കുന്ന അതൊക്കെ കേടായി പോയി. നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തക്കാളിയും അതുപോലെ പടവലൊക്കെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുള്ളത്. പടവലയുടെ മേലെയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇനി ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. തക്കാളി ആണെന്നുണ്ടെങ്കിൽ പച്ച ഇനിയും പാകമായി വരാനുണ്ട്. പച്ചയാണ് പലതും, ചെറിയ ചെറിയ പൂവൊക്കെ ഇട്ടിട്ട് ഇനിയും കായ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അത്യാവശ്യത്തിന് വളങ്ങളൊക്കെ ഇനിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് തൈയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.